നമസ്കാരം. അടിപൊളി. നമസ്കാരം പറയണോ? സ്വാമി ശരണം. നമസ്കാരം. നമസ്കാരം. എനിക്കിഷ്ടായിട്ടോ. പക്ഷേ ഈ പെർഫോമൻസ് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ല, സന്ധ്യയില്ല, വേറെ ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അതെ അതെ അതെ. സന്ധ്യയില്ലാത്ത എനിക്ക് സ്വാസിക്കയ്ക്ക് വേണ്ടി ഒരു പയ്യനും കിട്ടി. ഏതാണ്? അതെ, എനിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ആ ആളെ ഇഷ്ടപ്പെട്ടു. പേരെന്താ? സന്ധ്യ. സന്ധ്യ. ഓ, നിങ്ങളാണോ സന്ധ്യ? സന്ധ്യാവ്. സന്ധ്യാവ് അല്ലെങ്കിൽ നമുക്ക് സന്ധ്യം എന്നൊക്കെ വിളിക്കും. പക്ഷെ ഒരിക്കലും മനസ്സിലാവില്ല ഇത് സന്ധ്യയാണെന്ന്. അത്ര നല്ലൊരു ചെക്ക്, നല്ലൊരു ചെക്കൻ മാത്രമല്ല, നല്ലൊരു മേക്ക് ഓവർ, നല്ല സർപ്രൈസ് ആയിരുന്നു. സൂപ്പർ, അടിപൊളി. അപ്പോൾ മൊത്തത്തിൽ എന്താ നമ്മളുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഉഷാറുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ശ്വേതാജി പറയൂ. ഇതൊന്ന് ഫാമിലി റൗണ്ടിൽ നമ്മൾ ഇപ്പോൾ ഞാനും ശ്വാസം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം ഒരു അമ്മയും മോളും വന്നു, അത് കഴിഞ്ഞ് കുറച്ച് ഡയലോഗ്സ് എല്ലാം പറഞ്ഞു, പിന്നെ നിങ്ങളൊരു ചെറിയൊരു ഡാൻസ്, നമ്മൾ സാധാരണ ഒരു കാര്യം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞൊരു ഡാൻസും ഡ്രാമയെല്ലാം നടന്ന ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത് ആ പുലി വരലും അയ്യപ്പനും വരുമ്പോൾ. ഈശ്വര, ദാറ്റ് വാസ് ദ സർപ്രൈസ്. കണ്ണ് നിറഞ്ഞു മാത്രമല്ല, ഐ ഗോട്ട് എ ഗൂസ് ഫ്ലെഷ്. This was, according to me, was the best family round performance. So for me, this was like a beautiful, wholesome എന്ന് പറയില്ലേ, നല്ലൊരു എന്താ പറയുക ഫാമിലി റൗണ്ട്. ആൻഡ് നമ്മളെല്ലാവർക്കും ഇപ്പോൾ പമ്പയിൽ പോകാൻ പറ്റില്ല, പക്ഷെ അവിടെ എത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു. സൂപ്പർ. ചെറിയ വാവിക്കുട്ടി നന്നായി ചെയ്തു കേട്ടോ. പേരെന്താ? പേരെന്താ മോളുടെ പേര്? ഋഷി പ്രണവ. ഓ, ഋഷി പ്രണവ. ഋഷി പ്രണവ ആരാണ് ഈ ചേച്ചിയുടെ? ഞാൻ ആരുമല്ല, എന്നെ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വന്നാണ്. ആണോ? വഴിയിൽ നിന്ന് കൊണ്ടുവന്നതാണോ? പിടിച്ചു കൊണ്ടുവന്നാണോ? ദുഷ്ടന്മാരെ, ഒരു കൊച്ചിനെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നോ? സത്യമായിട്ടും മോന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ? വീട്ടിലാ. അപ്പൊ ഇവരെ അറിയില്ല? ആരാ? സന്ധ്യ എല്ലിമ. ഓക്കെ, അപ്പൊ ശരി. അല്ലെങ്കിൽ സന്ധ്യ ഇന്ന് ജയിലിലേക്ക്. ഇത് നമുക്കറിയാം പേര്. ഇനി അമ്മയുടെ പേര് പറയൂ. ലളിതാംബിക. എന്തായാലും ഞങ്ങളുടെ ഈ വേദിയിൽ വന്ന് അസലായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. ഇനി നമുക്ക് അയ്യപ്പനെ പരിചയപ്പെടാം. പേര്? വിദ്യ. വിദ്യ. വിദ്യ എന്ത് ചെയ്യുന്നു? ഞാൻ കേരള ഫോറസ്റ്റ് റിസർച്ചിന് വർക്ക് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ മാസം റിസൈൻ ചെയ്തു മക്കൾക്ക് വേണ്ടിയിട്ട്. ഇതാണോ അമ്മ ഇല്ലാത്ത? അമ്മ എപ്പോഴും ഇതന്നെയാണല്ലോ പറയുന്നത്. ഇത് മക്കൾക്ക് വേണ്ടി റിസൈൻ ചെയ്തു. ഓ, അങ്ങനെ പറയാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി അങ്ങനെ റിസൈൻ ചെയ്യണ്ടെന്നാണല്ലേ? അപ്പൊ പറയൂ, അമ്മ ജോലിക്ക് പോവാൻ പറയൂ. അമ്മ ജോലിക്ക് വൈകാൻ സ്കൂളിൽ ഇരുന്ന് പഠിക്കുക, എന്നിട്ട് സ്കൂളില് വെക്കേഷൻ വരെ ഇരുന്ന് കളിക്കുക. അതാണ്. അമ്മ വെറുതെ മടി പിടിക്കൊന്നും വേണ്ട, എന്റെ പേരും പറഞ്ഞ് മര്യാദയ്ക്ക് ജോലിക്ക് വെക്കോ, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ കുട്ടിയുടെ അമ്മ. ഈ അമ്മയച്ഛൻ എവിടെ? വീട്ടിലാണെന്ന് പറഞ്ഞ ആളാണ്. ഇനി നമ്മുടെ അടിപൊളി ഡാൻസ് ആയിരുന്നു ചേട്ടാ. അടിപൊളി ഡാൻസ് ആയിരുന്നു, ഭയങ്കര പവർഫുൾ ഡാൻസ് ആയിരുന്നു. പേര്? വിജേഷ്. വിജേഷ് സന്ധ്യ ചേച്ചിയുടെ ബ്രദറാണ്. ഇതിനു വേണ്ടി വന്ന? ഖത്തറിന് ഇതിനു വേണ്ടി വന്നല്ല, അത് ലീവിന് വന്നതല്ല. അത് ശരി. നമ്മുടെ ഓസ്ട്രേലിയ ഉണ്ട്, ഖത്തർ എത്തി ഇവിടെ. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ ചെയ്തു. സൂപ്പർ. ഡാൻസറാ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അതാണ്, ഓൾറെഡി പഠിച്ചിരുന്ന ആളാണ്. പക്ഷെ നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. നമ്മൾ ആ കാണുമ്പോൾ തന്നെ ആ ഒരു പവർ ഉണ്ടായിരുന്നു. സൂപ്പർ. അമ്മയ്ക്ക് ഈ ഒരു മകളെ കുറിച്ചിട്ട് എന്താ ഇപ്പൊ പറയാൻ തോന്നുന്നു? ഇവിടെ വന്നു, കുറേ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചു, നല്ലൊരു മാറ്റം സന്ധ്യക്ക് വന്നതായിട്ട് ഒരു മകൾ എന്ന രീതിയിൽ തോന്നുന്നുണ്ടോ? മാറ്റം നല്ല പോലെ തോന്നും. മാറ്റം തന്നെ, ഈ ഫ്ലോറിൽ എത്തിയത് തന്നെ മാറ്റത്തിന്റെ ഇത് തന്നെയാണ്. വീട്ടിലത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയാണോ, അത് ഇവിടത്തെ കാര്യങ്ങളാണോ ചിന്ത സന്ധ്യക്ക്? സന്ധ്യക്ക് ഇത് മാത്രല്ലല്ലോ, കോളേജിലെ അവർക്ക് എല്ലാം തലയില് എല്ലാം കൂടി അവർക്ക് ചില സമയം എഴുതി വെക്കല. ഇപ്പൊ എല്ലാം എഴുതി വെച്ച് ചെയ്യലാന്ന്. എനിക്ക് ബ്രദറിനോട് ചോദിക്കാനുള്ളത്, സന്ധ്യ ഈ വേദിയിൽ വരുന്നതിന്റെ മുമ്പേയുള്ള ഒരു സിസ്റ്ററും പിന്നെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റർ, ഇപ്പൊ ഈ കുറെ വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഈ വേദിയിൽ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് എല്ലാം ചെയ്യുന്നത്. എന്താണ് വ്യത്യാസം തോന്നിയത് ആസ് എ സിസ്റ്റർ? ഞാനും ഇവള് തമ്മിൽ സിസ്റ്റർ അല്ല, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്. അപ്പോൾ
മുമ്പേ നമ്മൾ ഇടയ്ക്ക് ഡാൻസിനെ പറ്റി ഫൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇപ്പോൾ ഇവൾ കുറേ കൂടി ഇതായിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഓ ഡാൻസിൽ.